ഇത് ബുള്ളറ്റ് ജേർണലിംഗ് സിസ്റ്റത്തിൻ്റെ ഒരു സിംപ്ലിഫൈഡ് വെർഷനാണ്. എൻ്റെ ഹാബിറ്റ്സ്, ഗോൾ, സ്ലീപ്പ്, എനർജി, മൂഡ് എല്ലാം ട്രാക്ക് ചെയ്യാൻ ഇതിനെ ഹെൽപ്പ് ചെയ്യും. ആൻഡ് ദ ബെസ്റ്റ് പാർട്ട്, ഇത് ഒരു ലോ ഫ്രിക്ഷൻ ജേർണലിംഗ് ആണ്. അതായത് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വലിയ കൺഫ്യൂഷൻസ് ഇല്ല, ആപ്പില്ല, പൈസ ചിലവില്ല. ജസ്റ്റ് ഒരു പേനയും ഒരു നോട്ട്ബുക്കും അല്ലെങ്കിൽ ഒരു പേനയും പേപ്പറായിരുന്നാലും മതിയായിരിക്കും. ആ സിംപ്ലിസിറ്റി കൊണ്ട് തന്നെയാണ് ഞാൻ ഈ മെത്തേഡ് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഈ മെത്തേഡിൻ്റെ ഇൻസ്പിറേഷൻ എനിക്ക് കിട്ടിയത് ഒരു യൂട്യൂബ് വീഡിയോയിൽ നിന്നാണ്, റൈസു എന്നൊരു ഇംഗ്ലീഷ് ചാനലിൽ നിന്ന്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആ വീഡിയോ കണ്ടപ്പോൾ മുതൽ നല്ലൊരു ജേണൽ വാങ്ങണമെന്ന് ഞാൻ കരുതിയിട്ട് ഒരുപാട് സെർച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഫീബസ് ഗിഫ്റ്റിൽ നിന്ന് എനിക്ക് ഈ ജേണൽ കിട്ടിയത്. മിനിമൽ ആൻഡ് സിമ്പിൾ ഡിസൈൻ. ബ്രോ, ഇത് പെയ്ഡ് റിവ്യൂ ഒന്നും അല്ല കേട്ടോ. സത്യത്തിൽ ഉപയോഗിച്ചപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ആൻഡ് അവർക്ക് നല്ലൊരു കസ്റ്റമൈസ് ചെയ്യുന്ന ഒരു ടീമാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട എന്ത് ഡിസൈൻ കൊടുത്തിരുന്നാലും അവർ നമുക്ക് വേണ്ടി കസ്റ്റമൈസ് തരും. സോ അതുകൊണ്ടാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. മാത്രമല്ല ഇതിൻ്റെ ഒരു നല്ലൊരു ഹാർഡ് കവറും കൂടെ ആയതുകൊണ്ട് നമുക്ക് അത്യാവശ്യം ട്രാവലിങ്ങിലും അല്ലാന്നുണ്ടെങ്കിൽ ബാഗിലൊക്കെ ഇട്ടിട്ട് നമുക്ക് കൊണ്ടുപോകാനും കഴിയും. ആൻഡ് അവർക്ക് ഈ ഡിസൈൻ മാത്രമല്ല കേട്ടോ, വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസൈൻസ് കസ്റ്റമൈസ് ചെയ്യാം. ഇതൊക്കെ എൻ്റെ കുറച്ച് സാമ്പിൾസ് മാത്രമാണ്. സോ ജേർണലിംഗ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ചോയ്സ് ആയിരിക്കും ഇത്. സോ അവരുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് ചെക്കൗട്ട് ചെയ്യൂ. ആൻഡ് പ്രോഡക്റ്റ് ചെക്കൗട്ട് ചെയ്യുന്ന സമയത്ത് സാഗർ 10 എന്ന് പറയുന്ന എൻ്റെ കൂപ്പൺ കോഡ് കൊടുത്താൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് ലഭിക്കും ഫ്രം ദർ വെബ്സൈറ്റ്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളതില്ലേ, അത് ഫീബസിൻ്റെ A5 സൈസ് ജേണലാണ്. ഓൾസോ അവർക്ക് A4 പോക്കറ്റ് ഫോൾഡ് ബുക്കും ഒക്കെ ഉണ്ട്. അത് വെച്ചിട്ടുള്ള മെത്തേഡാണ് ഞാനിപ്പോൾ പറയുന്നത്. സോ എല്ലാ മാസത്തിൻ്റെയും സ്റ്റാർട്ടിങ്ങിൽ ഞാനൊരു പേജ് സ്പ്രെഡ് ക്രിയേറ്റ് ചെയ്യും. ഇത് ഞാൻ നവംബർ മന്തിലേക്ക് ഞാൻ ക്രിയേറ്റ് ചെയ്ത ഒരു സ്പ്രെഡാണ്. ഇതിൻ്റെ 2 സൈഡിലുണ്ടായിരിക്കും. അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഞാൻ എൻ്റെ ഡേറ്റ്സ് എഴുതും. 1, 2, 3 എന്ന് ആ മാസം എത്ര ദിവസമുണ്ടോ, 31 വരെയാണെങ്കിൽ 31 വരെ എഴുതും. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആ ദിവസത്തിൻ്റെ വീക്ക് ഡേയ്സ് ഏത് ദിവസമാണ് എന്നുള്ള കാര്യം ഞാൻ അവിടെ നോട്ട് ചെയ്യും. അതിനുശേഷം ഞാൻ വലതുവശത്തായിട്ട് ഒരു മെട്രിക് ക്രിയേറ്റ് ചെയ്യും. അതായത് ഞാനിപ്പോൾ എൻ്റെ ഫോക്കസ് ഹെൽത്തിലാണെന്നുണ്ടെങ്കിൽ ഞാൻ ഡെയിലി വെയിറ്റ് ട്രാക്ക് ചെയ്യും. അപ്പോൾ ഓരോ ദിവസവും എൻ്റെ വെയിറ്റ് കൂടുന്നതും കുറയുന്നതൊക്കെ എനിക്കവിടെ കാണാൻ കഴിയും. അതിനുശേഷം വേറൊരു മെട്രിക് ഉണ്ട്. അവിടെ നമുക്ക് ഞാൻ വർക്കൗട്ട് ചെയ്തോ, ഷുഗർ കഴിച്ചോ, സ്റ്റഡി ചെയ്തോ, ഞാൻ കൺട്രോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതായത് ഞാനൊരു ബുക്ക് എഴുതാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഷുഗർ കഴിച്ചോ ഇല്ലയോ, എക്സസൈസസ് പഠിച്ചോ ഇല്ലയോ, ഇത്തരത്തിലുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് ഞാനിവിടെ സൈഡിൽ എഴുതുന്നുണ്ട്. ഓരോ ദിവസം ഞാൻ അതിലേതെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ പോയിൻ്റ് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്യും. ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ എക്സ് മാർക്ക് ഞാൻ പാറ്റേൺ ചെയ്യും. അങ്ങനെ ആഴ്ചകൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ മാസങ്ങൾ കഴിയുമ്പോൾ നമുക്ക് ഒരു പാറ്റേൺ കിട്ടി തുടങ്ങും. അതായത് മെഡിറ്റേഷൻ കുറവായിരുന്ന ദിവസങ്ങളിൽ ഉറക്കം കുറവായിരുന്നു, നമ്മൾ കൂടുതൽ കോഫി കുടിച്ചിരുന്ന ദിവസങ്ങളിൽ വർക്കൗട്ട് നമുക്ക് കുറച്ചും കൂടി നന്നായിട്ട് ബെറ്ററായി കിട്ടി. സോ ഈ പാറ്റേൺസിൽ നിന്ന് ഞാൻ എന്നെ തന്നെ കൂടുതലായിട്ട് അറിയാൻ തുടങ്ങി. ഇനി കാണുന്നതാണ് എൻ്റെ ഫേവറേറ്റ് ഉള്ളൊരു പാർട്ട്, ഡെയിലി ഹൈലൈറ്റ്. ഒരു ലൈൻ മതി ബ്രോ, ഒരു ദിവസത്തിൻ്റെ ഹൈലൈറ്റ്. അതായത് ഇപ്പോൾ നവംബർ മാസം 1-ാം തീയതി ഞാനൊരു ബുക്ക് വായിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. നവംബർ മാസം 2-ാം തീയതി ഞാനൊരു ഹിറ്റ് സ്റ്റാർട്ട് ചെയ്തു. സോ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആ ദിവസത്തിലുള്ള എന്തെങ്കിലും ഹൈലൈറ്റ് ഞാനവിടെ ഇടും. മേ ബി അത് ഫ്രണ്ട്സിനോട് പുറത്ത് പോയെന്നാകാം, അല്ലെങ്കിൽ ബെസ്റ്റ് ദോശ, ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ബെസ്റ്റ് ദോശ കഴിച്ചു എന്നുള്ള കാര്യമാകും. അത്തരത്തിൽ ചെറിയ കാര്യങ്ങൾ പോലെ നമുക്ക് തോന്നിയേക്കാം. പക്ഷേ മാസങ്ങൾ കഴിയുമ്പോൾ അതിന് തിരിച്ചു വായിക്കുമ്പോൾ ആ ഒരു മൊമെൻറ്റിൽ തന്നെ നമുക്ക് മൈൻഡിൽ വരും. എനിക്കിപ്പോൾ തിരിച്ച് നോക്കിക്കഴിഞ്ഞാൽ നവംബർ മന്തിൽ ഞാൻ എന്ത് ചെയ്തു, ഒക്ടോബർ മന്തിൽ ഞാൻ എന്ത് ചെയ്തു, അത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ എനിക്ക് എന്തൊക്കെയായിട്ടാണ് ഓരോ മാസത്തെയും ഓരോ ദിവസത്തിലും നടന്ന ഹൈലൈറ്റ്സ് എന്നുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് ഈസി ആയിട്ട് അറിയാൻ കഴിയും. അതിൻ്റെ റൈറ്റ് സൈഡിൽ മന്ത്ലി ഗോൾസ് ഉണ്ട്. അതൊരു ടു ഡു ലിസ്റ്റ് അല്ല, ഒരു ബിഗർ പിക്ചറാണ്. 3 ബുക്കുകൾ വായിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ 2 കിലോ കുറയ്ക്കുക, 15 ദിവസത്തിൽ കൂടുതൽ 10K സ്റ്റെപ്സിന് മുകളിൽ നടക്കുക, എൻ്റെ വീഡിയോസ് ഷൂട്ട് ചെയ്തെടുക്കുക. ഇതൊക്കെ എഴുതി കഴിഞ്ഞാൽ ആ ദിവസത്തെ ജേണൽ നമ്മൾ ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ഒരു സൈഡിൽ ഞാൻ ചെയ്ത കാര്യങ്ങളും മറ്റേ സൈഡിൽ ഞാൻ എയിം ചെയ്യുന്ന എൻ്റെ ഗോൾസും എനിക്ക് കാണാൻ സാധിക്കും. അതാണ് ആ ഒരു ബാലൻസ്. ഡെയിലി ആക്ഷൻസും മന്ത്ലി ഡയറക്ഷൻസും ഒക്കെ ഒരു സെയിം പേജിൽ തന്നെ നമുക്ക് കിട്ടും. ഞാൻ എൻ്റെ ഓഫീസിലുള്ള വർക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ പല പ്രൊഡക്ടിവിറ്റി ആപ്സും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷേ എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഡിജിറ്റലി ഉള്ള സംഭവങ്ങളാണ്. കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും നമ്മൾ 1-2 ദിവസം മറന്നു കഴിഞ്ഞാൽ അതങ്ങ് ഡ്രോപ്പ് ചെയ്ത് കഴിയും. പക്ഷെ ഒരു പേനയും ഒരു നോട്ട്ബുക്കും അല്ലെങ്കിൽ ഒരു പേപ്പറും കൊണ്ട് നമ്മൾ എഴുതുമ്പോൾ അതിന് അതിൻ്റെയുള്ളൊരു കണക്ഷനുണ്ട്. അതായത് ഒരു നോട്ട്ബുക്ക് ഓപ്പൺ ചെയ്തിട്ട് പഴയ പേജൊക്കെ തിരിച്ച് മറിച്ച് നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതം തന്നെ നമുക്ക് മുമ്പിൽ കാണാൻ കഴിയും. നമ്മുടെ കഴിഞ്ഞു പോയ പല കാര്യങ്ങളും നമുക്ക് ഓർമ്മ വരും.
സംടൈംസ് ഞാനിത് തിരിച്ച് നോക്കുമ്പോഴത്തേക്കും ഞാൻ ആലോചിക്കും, ഞാൻ ഇപ്പോൾ എത്രത്തോളം ചേഞ്ച് ആയിട്ടുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ വേറെ ദിവസങ്ങളിൽ ഞാൻ ഒരുപാട് നാളായിട്ട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാര്യത്തിൽ എനിക്ക് ഉടനെ തന്നെ ജയിക്കണം, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് പെട്ടെന്ന് വരും. എനിക്കിപ്പോൾ ഉള്ളൊരു റിഗ്രറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു മെത്തേഡ് ഞാൻ കുറച്ചും കൂടി നേരത്തെ സ്റ്റാർട്ട് ചെയ്തിരുന്നെന്നുണ്ടെങ്കിലാണ്. നിങ്ങൾക്ക് ഈ വർഷം ജേർണലിംഗ് തുടങ്ങാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു നോട്ട്ബുക്ക് അല്ലാന്നുണ്ടെങ്കിൽ ഒരു ജേർണൽ വാങ്ങിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യും. സോ അത് നിങ്ങളുടെ ടേബിളിൽ തന്നെ ഉണ്ടായിരിക്കുക. നിങ്ങളുടെ മന്ത്ലി പേജ് എപ്പോഴും ക്രിയേറ്റ് ചെയ്ത് വയ്ക്കുക. ആൻഡ് എല്ലാ ദിവസവും ഒരൊറ്റ ലൈൻ മാത്രം എഴുതുക, ഒരൊറ്റ ലൈൻ, അത് മാത്രം മതി. പക്ഷേ സ്ലോലി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മിസ്സാകുന്ന കാര്യങ്ങൾ എന്താണ്, നിങ്ങൾ ചെയ്യുന്ന നല്ല കാര്യം എന്താണെന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ക്ലിയറായിട്ട് മനസ്സിൽ വരും. ആൻഡ് ഒരു ദിവസം നിങ്ങൾ തിരിഞ്ഞ് നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാൻ കഴിയും നിങ്ങൾ പണ്ടത്തേക്കാൾ എത്രത്തോളം നന്നായി ജീവിക്കുന്നു ഇപ്പോൾ. അല്ലെങ്കിൽ നിങ്ങൾ ചുമ്മാ ജീവിച്ച് കളയുകയല്ല, എൻ്റെ ലൈഫിനെ ഞാൻ ക്യാപ്ചർ ചെയ്തു, റെക്കോർഡ് ചെയ്തു എന്നൊക്കെ. അതാണ് ഈ ലൈഫ് ട്രാക്കർ മെത്തേഡ്. ഒരു വട്ടം കൂടി എനിക്ക് ഫീബസ് ഗിഫ്റ്റിനെ താങ്ക് യു പറയണം. കാര്യം ഇതുപോലൊരു കസ്റ്റമൈസ്ഡ് ചെയ്യേണ്ടത് തന്നെയാണ് ഞാൻ ഒരുപാട് നാളായിട്ട് തേടിയിരുന്നു. അവരുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആൻഡ് ചെക്കൗട്ട് ചെയ്യൂ. ചെക്കൗട്ട് ചെയ്യുന്ന സമയത്ത് സാഗർ 10 എന്ന് പറയുന്നതിൻ്റെ ഒരു കൂപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് അവർ ലിസ്റ്റ് ചെയ്യുന്ന എല്ലാ പ്രോഡക്റ്റും നിങ്ങൾക്ക് കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ടൈമിനെ നന്നിട്ട് ഹാൻഡിൽ ചെയ്യണം, നിങ്ങൾക്ക് അധികം ടൈമൊന്നും ഇപ്പോൾ കിട്ടുന്നില്ല എന്നൊരു തോന്നൽ നിങ്ങൾക്ക് കഴിഞ്ഞ പല മാസങ്ങളായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്ത ഒരു മെത്തേഡുണ്ട്. സോ ആ മെത്തേഡാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ചെക്ക് ദാറ്റ് ഔട്ട്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.